ക്രൂശിതനോടൊപ്പം. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് മാർച്ച് മാസം 19-ാം തീയതിയാണ്. മാറിയോസേ പിതാവിൻ്റെ മരണത്തിരുനാൾ കൊണ്ടാടുന്ന സുദിനം. യൗസേപ്പിൻ്റെ പേരുകാരായിട്ടുള്ള ധാരാളം സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഒരുപക്ഷെ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസത്തിൽ നമ്മൾ വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്ന മൂന്നാമത്തെ അഷ്ടസൗഭാഗ്യം യൗസേപ്പ് പിതാവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. സഭാപിതാവായിട്ടുള്ള നീസായിലെ വിശുദ്ധ ഗ്രിഗറി പറയുന്നത് കർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള 2 ഗുണങ്ങളാണ് ശാന്തതയും വിനീതശീലവും. ഒരുപക്ഷെ ശാന്തത എന്ന് പറയുന്നത് മാന്യതയാണ്. ഹൂ ഈസ് എ ജെൻറ്റിൽമാൻ? കർഡിനൽ ന്യൂമാൻ പറയുകയാണ്, ദ വൺ ഹൂ നെവർ ഹർട്ട്സ് എനിബഡി. മറ്റൊരാളെ അപമാനിക്കാത്തവനാണ് മാന്യൻ, അവനാണ് ശാന്തൻ. ഫുൾട്ടൻ ജീഷൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെപ്പോഴാണ് ചൂടാകുന്നേ? നിങ്ങൾക്ക് യുക്തി നഷ്ടപ്പെടുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ താഴെ പോകുമ്പോൾ. ആയുധം നഷ്ടപ്പെട്ടവരാണ് മറ്റുള്ളവരുടെ മേലെ കോപം കൊണ്ട് അക്രമാസക്തരാകുന്നത്. എനിക്ക് പരിചയമുള്ളൊരു ആത്മീയ പിതാവുണ്ട്. അദ്ദേഹം എന്നോട് എപ്പോഴും പറഞ്ഞിട്ട് തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്. വെനെവർ യു ഗെറ്റ് ആംഗ്രി, ടെൽ ദ വൺ വിത്ത് ഹും യു സ്പീക്ക്. നീ സംസാരിക്കുന്നതിനോട് പറയണം, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, ഒന്ന് വാഷ്റൂമിൽ പോകണം, ഒരു 2 മിനിറ്റ് ഒന്ന് പുറത്ത് പോകാമോ? നീ പോയി മുഖം കഴുകി, കൈ കഴുകി, കാല് കഴുകി തിരിച്ചു വരുമ്പോൾ യു വിൽ ബി ഓൾ റൈറ്റ്. നീ ദേഷ്യപ്പെട്ടുകൊണ്ട് ആരോട് സംസാരിക്കരുത്. ദേഷ്യപ്പെട്ട് സംസാരിച്ചാലേ നമുക്ക് സുബോധമില്ല, നമ്മൾ കള്ളുടിച്ചവരെ പോലെയാണ്. നമുക്ക് ശാന്തരായിട്ട് ജീവിക്കാൻ പഠിക്കണം. അവർക്കാണ് ആധികാരികതയുള്ളത്. യൗസേപ്പ് പിതാവിനെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വചനമുണ്ട്. മറിയം ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ യൗസേപ്പ് പിതാവ് അസ്വസ്ഥനായി. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഭർത്താവ് അറിയാതെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ മഴുത്തായ കൊണ്ട് ഒറ്റ അടിക്ക് അവസാനിപ്പിക്കും. പക്ഷെ യൗസേപ്പ് പിതാവിനെ കുറിച്ച് മത്തായി പറയുന്ന പ്രകാരമാണ്, അവളെ അപമാനവിധയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ രഹസ്യത്തിൽ അവൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവളെ അപമാനവിധയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറേ കൂടെ മാന്യമായിട്ട് ജീവിക്കാൻ പഠിക്കണം, ശാന്തമായിട്ട്. ശാന്തതയിൽ ഒരു ആധികാരികതയുണ്ട്. ശാന്തതയിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രകാശവും ഒരു പ്രഭയും കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഈ നോമ്പ് കാലത്ത് ക്ഷിപ്രകോപികളായ നാം പലപ്പോഴും ശാന്തതയില്ലാതെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്ന നാം, അതിക്രമങ്ങൾ വിളിച്ചു പറയുന്ന നാം മാന്യമായിട്ട് ജീവിക്കാൻ തയ്യാറാകണം. നമ്മുടെ കർത്താവ് അവരുടെ പീഡാനുഭവ വേളയിൽ കാണിച്ച ശാന്തത എത്ര മനോഹരമാണ്. ദീർഘശാന്തതയുള്ള കർത്താവ്. നമുക്ക് ശാന്തതയോടുകൂടെ ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കട്ടെ. ശാന്തമായിട്ട് നമ്മൾ പെരുമാറുമ്പോൾ നമുക്ക് എല്ലാറ്റിനുമേലും ആധികാരികതയുണ്ടാകും, നമുക്ക് അവകാശമുണ്ടാകും, നമ്മൾ ഭൂമി കൈവശമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാന്തനും വിനീതനുമായ അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് വഴികാട്ടിയാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലെ കോപം കൊണ്ട് ജ്വലിക്കുമ്പോൾ, ഞങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മേലെ നിൻ്റെ നിയന്ത്രണം ഉണ്ടാകട്ടെ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ സൗമ്യത ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയും
പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രൂശിതനോടൊപ്പം